ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പോലീസ് വേഷം ഏതെന്ന് ചോദിച്ചാൽ അതിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇൻസ്പെക്ടർ ബൽറാം തന്നെ. ഏകദേശം 38 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഒരു ക്യാരക്ടർ പിറന്നത്. വീണ്ടും അത് അഭ്രപാളികളിലേക്ക് എത്തുന്നു. 4Kയിൽ റിലീസ് ചെയ്തുകൊണ്ട് എത്തുകയാണ്. അതിൻ്റെ ട്രെയിലർ ഇറങ്ങാൻ പോകുന്നത് 18-ാം തീയതിയാണ്. അതായത് ഡിസംബർ 18-ന് 6 മണിക്ക് ആവനാഴിയുടെ ട്രെയിലർ ഇറങ്ങുകയാണ്. ഇതിന് മുമ്പ് പലതവണ ആവനാഴി റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ എറണാകുളത്ത് നമ്മൾ കണ്ട ഒരു സംഭവമാണ്. ഏകദേശം 2000ങ്ങളിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുകയും അന്ന് ഏകദേശം 35-40 ദിവസത്തോളം നിറഞ്ഞ സദസ്സിൽ എറണാകുളത്ത് നമുക്ക് ഈ സിനിമ കാണാനും കഴിഞ്ഞു. എറണാകുളം ഷേണായിസിലാണ് സിനിമ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പും ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യങ്ങൾ അറിയാനുള്ളത്. മലയാള സിനിമയിലെ നമ്പർ 1 പോലീസ് കഥാപാത്രമാണ്. ഇന്നും അതിന് യാതൊരു ചലനവും ഉണ്ടായിട്ടില്ല. മമ്മൂട്ടി പോലും ഇതിന് ശേഷം അല്ലെങ്കിൽ ഇതിനു മുമ്പും ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ബൽറാമിനെ വെല്ലുന്ന ഒരു ക്യാരക്ടറും വന്നിട്ടില്ല. മമ്മൂട്ടി മാത്രമല്ല, മലയാളത്തിലെ സൂപ്പർ താരങ്ങളടക്കം ഒരുപാട് പേർ, യുവതാരങ്ങളടക്കം, അങ്ങനെ ഒട്ടും മിക്ക എന്നല്ല എല്ലാ താരങ്ങളും എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ റേഞ്ചിൽ തന്നെയാണ് ഒരുമാതിരി എല്ലാ നടന്മാരും പോലീസ് വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും ബൽറാമിനെ കവർ ചെയ്യാൻ വേറെ ആരുമില്ല. IPS വേഷവും കോൺസ്റ്റബിൾ വേഷവും അങ്ങനെ എല്ലാ വേഷങ്ങളിൽ വന്നിട്ടും കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ബൽറാം തന്നെയാണ്. 1986-ൽ ആവനാഴി എന്ന ചിത്രത്തിലൂടെയാണ് ബൽറാമിൻ്റെ പിറവിയെടുക്കുന്നത്. പിന്നീട് സിനിമ ഇതേ പേരിൽ 2 സിനിമകൾ കൂടി വരികയാണ്. അതായത് ഇതേ കഥാപാത്രത്തെ വെച്ചിട്ട് ഇൻസ്പെക്ടർ ബൽറാം എന്ന 1991 ഇറങ്ങുകയും പിന്നീട് ബൽറാം വേഴ്സസ് താരാദാസ് എന്നുള്ള സിനിമയായി 2006 ഇറങ്ങുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ അമരക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് IV ശശി സാർ തന്നെയാണ്. ടി ദാമോദരൻ മാഷും IV ശശി സാറും ചേർന്ന് എഴുതിയ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു സിനിമ പിന്നീട് ഒരു തരംഗം തന്നെയാവുകയായിരുന്നു. എന്നും മലയാള സിനിമയുടെ ചരിത്രത്തിലെ മികച്ച ഏടുകളിലൊന്നായി മാറുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിജയമായി മാറിയിരുന്ന ചിത്രവും കൂടിയാണ്. വിജയത്തിനേക്കാൾ ഉപരി ഇന്നും ഐക്കണിക് പോലീസ് ക്യാരക്ടറായി മാറുന്ന അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറായി തന്നെ നിൽക്കുന്നു. ബാക്കി എല്ലാ സിനിമകളും ഇതിൻ്റെ നിഴൽ എന്ന് തന്നെ നമുക്ക് പറയാം. ടെക്നോളജിയും കാര്യങ്ങളും ഒന്നും അത്ര വലിയതാകാത്ത ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ചു നിന്നിരുന്ന സിനിമ തന്നെയായിരുന്നു ബൽറാം. ബൽറാമിനെ അനശ്വരനാക്കിയത് നമ്മളുടെ മമ്മൂക്ക ആയിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1986 സെപ്റ്റംബർ 12-ന് ഇറങ്ങിയ ഈ സിനിമ അക്കാലത്തിലെ ഒരു സൂപ്പർ മെഗാ ഹിറ്റ് മാത്രമല്ല, ഒരു ബ്ലോക്ക് ബസ്റ്ററും ഒപ്പം ഇൻഡസ്ട്രി ഹിറ്റുമായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സിനിമയിൽ വലിയ താരനിര തന്നെയായിരുന്നു. മമ്മൂട്ടിയും ഗീതയും സീമയും ഒക്കെ തുടങ്ങി സുകുമാരൻ, ക്യാപ്റ്റൻ രാജു, ജനാർദ്ദനൻ, ഇന്നസെൻ്റ്, ശ്രീനിവാസൻ തുടങ്ങി അങ്ങനെ വലിയ വലിയ താരനിര തന്നെയായിരുന്നു. എന്നാൽ എല്ലാവർക്കുമുള്ള സ്പേസ് ആ സിനിമയിൽ ഉണ്ടായിരുന്നു. എന്നും IV ശശി എന്ന സംവിധായകൻ മലയാളത്തിൻ്റെ ഒരു ട്രെൻഡ് സെറ്റർ തന്നെയാണ്. മമ്മൂട്ടി എന്ന നടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നല്ല പറയുന്നത്, മമ്മൂട്ടി എന്ന ഒരു നടനെ പിടിച്ചുയർത്തിക്കൊണ്ട് വന്ന സിനിമ അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു എന്നുള്ളത് പറയാം. തൃഷ്ണയിലൂടെ മമ്മൂട്ടിയെ അദ്ദേഹം എത്തിക്കുമ്പോൾ പിന്നീട് നമ്മൾ കണ്ടു മലയാള സിനിമയുടെ ഏറ്റവും വലിയ താരമായി മമ്മൂട്ടി എന്ന ആ ഒരു വ്യക്തി മാറുന്നത്. ഇന്ന് നമ്മളുടെ മമ്മൂക്കയായി നിറഞ്ഞ് അഴിഞ്ഞാടുമ്പോൾ 50 വർഷങ്ങൾ തികയ്ക്കുമ്പോൾ അതിൻ്റെ ആദ്യ കൈപിടി കൊടുത്തത്, ആ കൈപിടിച്ച് ഉയർത്തിയ ഒരാളിൽ അത് IV ശശി സാർ തന്നെയായിരുന്നു. എന്നും മലയാള സിനിമയെ വഴിതിരിക്കലും അല്ലെങ്കിൽ മലയാള സിനിമയെ ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്ന ഒരേ ഒരു സംവിധായകൻ അത് നമ്മുടെ IV ശശി സാർ തന്നെയായിരുന്നു. ദേവാസുരം എന്ന ചിത്രം അതുവരെ നമ്മൾ മലയാളത്തിൽ കണ്ടതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തത പുലർത്തുന്ന ചിത്രമായിരുന്നു ദേവാസുരം. പിന്നീട് ദേവാസുരത്തിൻ്റെ ചുവട് പിടിച്ച് എത്രയെത്ര സിനിമകൾ വന്നു എന്നുള്ളതാണ്. അതിൻ്റെയും സംവിധായകൻ IV ശശി എന്ന നമ്മളുടെ പ്രിയങ്കരനായ ഡയറക്ടർ തന്നെയായിരുന്നു. ടി ദാമോദരൻ മാഷിൻ്റെ വരികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക മലയാള സിനിമകളുടെയും ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകളിലൂടെ തന്നെയായിരുന്നു പോയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൈമുദ്ര പതിപ്പിക്കാത്ത സിനിമകളില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു. എവിടെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടോ അതിൻ്റെയൊക്കെ ഒരു വെൽ എക്സിക്യൂഷൻ ടി ദാമോദരൻ മാഷിൽ നിന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെയൊക്കെ സ്ക്രീൻ റൈറ്റർ അദ്ദേഹമായിരുന്നു. 1921 എന്നുള്ള ഒരു വ്യത്യസ്തമായ സിനിമ അങ്ങനെ തുടങ്ങുന്നു. എണ്ണം പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട്. എല്ലാ ജോണറിലും സിനിമ എടുത്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ് IV ശശി എന്ന നമ്മളുടെ പ്രിയങ്കരനായ സംവിധായകൻ. ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു സിനിമയെ കടത്തിവെട്ടാൻ ഇതുവരെ ഒരു സിനിമയും പിറന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ നിങ്ങളോടൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഇതുവരെ മമ്മൂട്ടിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മമ്മൂക്കയിൽ നിന്ന് തന്നെ നിങ്ങൾ ഒരുപാട് പോലീസ് വേഷങ്ങൾ, ഒരുപക്ഷെ 50-നടുത്തുള്ള പോലീസ് വേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം.
പക്ഷേ അതിനകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഏറ്റവും മികച്ച കഥാപാത്രമായി നിങ്ങൾക്ക് തോന്നിയത് ഏതാണ്? മമ്മൂട്ടി മാത്രമല്ല, സുരേഷ് ഗോപി, മോഹൻലാൽ തുടങ്ങിയ ഒരുപാട് പേർ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സിനിമ തന്നെയാണ് കമ്മീഷണർ. കമ്മീഷണർ ഉണ്ടാക്കിയ ചലനമൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ കമ്മീഷണർ ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കമ്മീഷണറാണോ, ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബൽറാമാണോ എന്നൊക്കെയുള്ള നിങ്ങളുടെ കമൻസിലൂടെ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം ഗ്രേറ്റ് മീഡിയാസ്. വീണ്ടും സിനിമ 4Kയിൽ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നത്? എത്ര പേരാണ് ഈ സിനിമയ്ക്ക് കാഴ്ചയ്ക്ക് കാത്തിരിക്കുന്നത് എന്ന് തീർച്ചയായും കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്തണം. സോഷ്യൽ മീഡിയയിലൂടെയുള്ള സപ്പോർട്ട് മാത്രമല്ല ഒരു സിനിമ വിജയിക്കാൻ ആവശ്യം. തീർച്ചയായും തിയേറ്ററിൽ പോയി പടം കാണുക തന്നെയാണ്. അത് തന്നെയാണ് പലേരി മാണിക്യം എന്ന സിനിമ ഇവിടെ കാണിച്ചു തന്നതും. അതേപോലെ വല്യേട്ടൻ എന്ന സിനിമ, വല്യേട്ടൻ ഏറെക്കുറെ 1 കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെയൊക്കെ മുകളിൽ ഈ സിനിമ കളക്ട് ചെയ്യേണ്ടതായിരുന്നു. തീർച്ചയായും അത് ഫാൻസ് ഇറങ്ങിയിരുന്നുവെങ്കിൽ അത് ആ റേഞ്ചിലേക്ക് എത്തിയേനേയും എന്നുള്ളതാണ്. എന്തായാലും ഒരിക്കൽ കൂടെ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ചേർത്തിട്ട് പറയുകയാണ്, നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നോ ഇല്ലേ എന്നുള്ളതും കൂടെ ഒന്ന് പറയാം.